കൈക്കൂലി വാങ്ങുന്നതിനിടെ ബാങ്ക് ഉദ്യോഗസ്ഥൻ വിജിലൻസ് പിടിയിൽ. എറണാകുളം പനമ്പള്ളി നഗർ സ്വദേശിയിൽ നിന്നും 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ കാനറ ബാങ്ക് മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറന്റ് ഓഡിറ്റർ കെ സുധാകരനെയാണ് ഓപ്പറേഷൻ സ്പോട്ട് ട്രാപ്പിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. എറണാകുളം വിജിലൻസ് യൂണിറ്റ് ഉദ്യോഗസ്ഥർ കൊല്ലം ചിന്നക്കടയിലെ വീട്ടിലെത്തിയാണ് സുധാകരനെ പിടികൂടിയത്. വിവിധ ജില്ലകളിൽ സ്കിൽ ഡെവലപ്മെന്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളാണ് പരാതിക്കാരൻ. മാവേലിക്കരയിലെ ബാങ്കിൽ നിന്നും ഇദ്ദേഹം വായ്പ എടുത്തിരുന്നു. കനറ ബാങ്കിൻ്റെ മാവേലിക്കര ബ്രാഞ്ചിലെ കൺകറൻറ്റ് ഓഡിറ്ററായിട്ടുള്ള സുധാകരൻ എന്ന ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കൈക്കൂലി വാങ്ങിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ വിജിലൻസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പരാതി സംഗതി എന്താ വെച്ചാൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന ഈ കേസിലെ പരാതിക്കാരൻ, അദ്ദേഹത്തിന് മാവേലിക്കര ബ്രാഞ്ചിൽ വിവിധ അക്കൗണ്ടുകളുടെ ലോണുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലോൺ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രേഖകൾ ശരിയല്ല. ആ രേഖകൾ ശരിയല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ലോണിന് പ്രശ്നമുണ്ടാക്കും. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകൾ NPA ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് റിപ്പോർട്ട് കൊടുക്കും. ആ റിപ്പോർട്ട് കൊടുക്കാതിരിക്കണമെങ്കിൽ കൈക്കൂലി തരണം എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു. 6 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിനോട് കൈക്കൂലി ആവശ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹം നമ്മൾ വിജിലൻസായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ നമ്മൾ മുമ്പിൽ വെച്ച് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറഞ്ഞ സമയത്തും കൈക്കൂലി ആവശ്യപ്പെടുന്നതായിട്ട് നമ്മൾ കേട്ടു. അപ്പോൾ അതിന് അഡ്വാൻസായിട്ട് ആദ്യം ഒരു 10,000 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. 10,000 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. പരാതിക്കാരൻ ഗൂഗിൾ പേ വഴി ആദ്യം 10,000 രൂപ അയച്ചു കൊടുത്തു. പിന്നെ നമ്മളിവിടെ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്ത് ബാക്കി പൈസ അദ്ദേഹം നേരിൽ തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിട്ട് അതിൻ്റെ ഒരു പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ 50,000 രൂപയായിട്ട് പരാതിക്കാരൻ ശ്രീ സുധാകരൻ്റെ കൊല്ലത്തുള്ള ചിന്നക്കടക്കടുത്തുള്ള വീട്ടിൽ ചെന്നു. അവിടെ വിജിലൻസ് സംഘം ഉണ്ടായിരുന്നു. പണം കൈമാറി കൈയോടെ നമ്മൾ പിടികൂടി. അദ്ദേഹത്തെ ഇന്നലെ സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്കിടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ദിസ് ഇസ് നോട്ട് എ ഫസ്റ്റ് ഇൻസിഡൻറ്റ്. അപ്പോൾ അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം ഉണ്ടാവും. അല്ല, അത് പിന്നെ RBIയുടെ പിന്നെ ലിസ്റ്റ് പ്രകാരമുള്ള ഈ കൺകറൻറ്റ് ഓഡിറ്ററാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ നൽകുന്നത് ബാങ്കാണ്. ഉണ്ട്, കാണിച്ചു തരാം. ഇനി ബാക്കി അദ്ദേഹത്തെ നമ്മൾ കോടതിയിൽ ഹാജരാക്കും. തുടർന്നുള്ള മറ്റ് അന്വേഷണം ഉണ്ടാവും. 6 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പോൾ 60,000 രൂപ, 10,000 രൂപ ഗൂഗിൾ പേ വഴിയും 50,000 രൂപ നേരിട്ടും കൊടുത്തു പിടിച്ചു. കഴിഞ്ഞ ദിവസം സുധാകരൻ പരാതിക്കാരനെ വിളിച്ച് അക്കൗണ്ടിൽ 1.40 കോടിയുടെ ഓവർ ഡ്രാഫ്റ്റ് ആയതായും ഓഡിറ്റിൽ തിരിമറി നടന്നിട്ടുണ്ടെന്നും അറിയിക്കുകയായിരുന്നു. ഇത് റീ ഓഡിറ്റ് ചെയ്ത് കിട്ടാക്കടമായി പ്രഖ്യാപിക്കാതിരിക്കാൻ 6 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ചെയ്തു. ഫോണിലൂടെ പലവട്ടം ഭീഷണി മുഴക്കിയതോടെ 10,000 രൂപ ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തു. ബാക്കി തുക നേരിട്ടെത്തിക്കാൻ ആവശ്യപ്പെട്ടതോടെയാണ് വിജിലൻസ് മധ്യമേഖല SP S ശശിധരനെ വിവരമറിയിച്ചത്. വിജിലൻസ് സംഘം നൽകിയ പണം പരാതിക്കാരൻ ശനിയാഴ്ച വൈകിട്ട് 5:30 സുധാകരന്റെ വീടിനോട് ചേർന്നുള്ള ഓഫീസ് മുറിയിൽ വെച്ച് നൽകുന്നതിനിടെ കൈയോടെ പിടികൂടുകയായിരുന്നു. പ്രതിയെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, എറണാകുളം.